ഹായ് ഫ്രണ്ട്സ്, ലേൺ പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക്കാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇമ്മ്യൂണോഗ്ലോബിൻ ആർ ദി ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂൾസ് ദാറ്റ് പ്രൊഡ്യൂസ് പ്ലാസ്മ സെൽസ്. And immunoglobulins play an essential role in body immune system. They attach to the foreign substances such as bacteria and assist destroy them. അപ്പം ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂളാണ് പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഒരു ഇമ്മ്യൂണോജനായിട്ട് ആക്ട് ചെയ്യുന്നു, അതായത് ഒരു ആൻറ്റിബോഡിയുടെ ഫംഗ്ഷനാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ, ഹ്യൂമൻ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സബ്സ്റ്റൻസ് ഒരു ആൻറ്റിബോഡി അറ്റാക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഫോറിൻ സബ്സ്റ്റൻസിനെയോ അല്ലെങ്കിൽ ബാക്ടീരിയയോ ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പം ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ എപ്പോഴും അബ്രിവേറ്റ് ചെയ്യുന്നത് IG എന്നാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ അബ്രിവേറ്റ് ചെയ്യുന്നത്. ജനറൽ ഫങ്ഷൻസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്: ആൻറ്റിജൻ ബൈൻഡിങ്, ന്യൂട്രലൈസേഷൻ, അഗ്ലൂട്ടിനേഷൻ, പ്രിസിപ്പിറ്റേഷൻ, കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ. അപ്പം ആൻറ്റിജൻ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിബോഡി ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് ഒരു ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് ആ ആൻറ്റിബോഡീസിനെ അല്ലെങ്കിൽ ആൻറ്റിജനെ ഇല്ലാതാക്കുന്നു. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡീസ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പം അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യും, അതായത് ആൻറ്റിബോഡി ആൻറ്റിജൻ ബൈൻഡ് ചെയ്ത് ഒരു പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യും. ആ ക്ലംബ് ഒരു ഫാഗോസൈറ്റസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിസിപ്പിറ്റേഷൻ ഇതുപോലെ തന്നെ ബൈൻഡ് ചെയ്യും. അതുപോലെ തന്നെ സിറം സോലുബിൾ ആൻറ്റിജനുമായിട്ടായിരിക്കും അതിനെ ഫാഗോസൈറ്റസിലേക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യുകയാണ് അവിടെയും ചെയ്യുന്നത്. അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ, അതായത് ഒരു ഫോറിൻ ബോഡി വന്ന് ബൈൻഡ് ചെയ്യുമ്പം അതിനെ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് കൺവേർട്ട് ചെയ്തിട്ട് സെല്ലിനെ ലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി സെൽസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഫങ്ഷൻസ്, അതായത് ആൻറ്റിജൻ ബൈൻഡിങ്, ന്യൂട്രലൈസേഷൻ, അഗ്ലൂട്ടിനേഷൻ, പ്രിസിപ്പിറ്റേഷൻ, കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻസ്. നെക്സ്റ്റ്, structure of immunoglobulins. Immunoglobulins is a Y-shift molecule. It is composed of two type of chains, two identical light chains and two identical heavy chains. And it also contains disulfide bonds. These disulfide bonds is two type: interchain disulfide bonds and intrachain disulfide bonds. Interchain means these bind to the hinge region of disulfide bond. Intrachain means it is held together in heavy chains. These heavy chains and light chains contains a variable region and constant region. Light chains contain VL and CL, variable light region and constant light region. Heavy region contain variable heavy region and constant heavy region. Variable light region contains 110 amino acids and constant light region contain 110 amino acids. Heavy light chains contain variable heavy chains and constant heavy chains. Variable heavy chains contain 110 amino acids and constant heavy chains contain 330 to 440 amino acids. Next, hinge region. This hinge region is situated in arms of the Y-shift. These Y-shift or hinge region contain interchain molecules, interchain disulfide bonding.
Next, domains. Three-dimensional image of immunoglobulin molecules show not straight or deposited, rather it folded into the globular regions. These are called domains. In heavy and light chains, that is, immunoglobulin contains one carboxylic end and one amino terminal end. This is the structure of immunoglobulin. These images contain variable heavy chain, constant heavy chain 1, constant heavy chain 2, constant heavy chain 3. The heavy chains is classified into 4 parts, that is, variable heavy chains and 3 constant heavy chains. 1 variable heavy chains and 3 constant heavy chains. These three constant heavy chains are CH1, CH2 and CH3. These variable heavy chains are also divided into two types, hypervariable and relatively variable region. This hypervariable region is also known as complementary determining region. It is responsible for antigen binding region. Second, relatively invariable region. Structure of variable region is hypervariable region and relatively variable region. This hypervariable region is also known as complementarity determining region, that is CDR. Comparisons of the amino acid sequence of the variable regions of immunoglobulin show that most of the variability resides in 3 regions are called hypervariable regions. Heavy chains are classified into 5 types: alpha, gamma, beta, delta, epsilon. And light chains are classified into kappa chains and lambda chains. Never mixed both. In these the immunoglobulin contains 2 types of enzymes, that is papain enzyme and pepsin enzyme. Papain enzymes are the cleave FAB fragments and FC fragments. Pepsin is the digestion to produce single fragment composed of 2 Fab-like subunits. FAB region. This FAB region means fragment antibody. It responds antigen binding site. Next, FC region. FC region is a crystallizable fragment. FC region is also known as crystallizable. Immunoglobulins are classified into different classes based on amino acid sequences, that is IG, G, IgM, IgA, IgD, IgE. IgG is gamma heavy chains, IgM mu heavy chains, IgA alpha heavy chains, IgD delta heavy chains, IgE epsilon heavy chains. First one, immunoglobulin G. Immunoglobulin G is abundant in serum and a total constituents in immunoglobulin 80%. It is present in blood and plasma and other tissue fluids. These contain lesser amount carbohydrate. It has a 23 half-life days and it is a cross placenta. This is the only one of the immunoglobulin cross placenta. It is act against bacteria and viruses. IgG is divided into subclasses IG1, G2, G3, G4. IgG1 and G3, G4 are close placenta and protect fetus. G3 activates complement. G1 and G3 bind with the Fc receptor on phagocytosic cell. Next one, immunoglobulin A.
It constitutes 50% of total immunoglobulins. It is present in milk, saliva, tears, mucus of respiratory tract, digestive tract, genitourinary tract. It is exist in monomer unit. The in external secretions exist in dimer is known as secretory immunoglobulin. This secretory immunoglobulin has a J chain and secretory piece. It has 6 to 8 days half-life period. Functions of immunoglobulin A: provides local immunity, and secretory IgA bind with the surface of antigen microorganisms and prevent attachment of the mucosal surfaces. This secretory IgA provides important of defense against salmonella and other bacteria. Secretory IgA present in breast milk protect newborn during first months of life. Next one, immunoglobulin M, IgM. It accounts 5 to 10% of total serum proteins, and it is a 5 monomeric unit, that is a pentamer. It is held together disulfide bonds and J chains, and half-life period is 5 days. It does not cross placenta. It is present in low concentration intracellular tissue fluids. So one functions of immunoglobulin. It agglutinates bacteria and activates complement by physical pathway, causes opsonization and immune hemolysis. Next one, immunoglobulin E, IgE. Structure is similar to IgG. It has a 4 constant region of domains, and it is a heat labile. It is present in normal serum concentration only 0.3 mg per ml. Mostly present in extracellularly. It does not cross placenta. It produces in lining of respiratory and intestinal tract. It is also known as regain antibody. Fifth one, immunoglobulin D, IgD. The structure is similar to IgG. Serum concentration is 30 mg per ml. Constituents 0.2% of total immunoglobulins. 3 days is half-life period. Last one, conclusion of immunoglobulin classes. Main roles are IgG, that protect the body fluids. IgA protects the body surfaces. IgM protect the bloodstream. IgE mediates type 1 hypersensitivity. IgD role not known. താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.